ഉണ്ടാകുമെന്നതിനെക്കുറിച്ച് വ്യക്തതയില്ലെങ്കിൽ പോലും അതിലേക്ക് എത്തുന്ന രൂപത്തിലുള്ള പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ വരുന്നുണ്ട്. അവസാനമായി വന്ന ട്രംപിൻ്റെ ഒരു റിപ്പോർട്ടാണ്. ട്രംപിൻ്റെ റിപ്പോർട്ട് അത് പുറംലോകത്തേക്ക് എത്തിച്ചത് ബ്രേക്കിംഗ് പോയിൻ്റ് 360 എന്ന് പറയുന്ന ഒരു ചാനലാണ്. അദ്ദേഹം പറയുന്നത് US military ഈസ് പ്രിപ്പയറിംഗ് ടു ക്യാരി ഔട്ട് എ മിലിറ്ററി ഓപ്പറേഷൻ അഗെയിൻസ്റ്റ് ഇറാൻ ടുഡേ എന്ന് പറയുന്നുണ്ട്. ഇത് വന്ന സമയം 6 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 6 മണിക്കൂർ മുമ്പായിട്ട് ട്രംപ് പറയുന്ന കാര്യം ഈ മിലിറ്ററി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ എല്ലാ സന്നാഹങ്ങളും അവരുടെ കടലുകളിലും അതുപോലെ തന്നെ വ്യത്യസ്ത മേഖലകളിലും വിന്യസിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് എന്തെങ്കിലും ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. അഥവാ ഇന്നൊന്നും ചെയ്യുന്നില്ല എന്നില്ല, ഒന്നും ചെയ്യാതിരിക്കുന്നില്ല എന്നുമില്ല. പക്ഷേ ഇന്നത്തെ സാധ്യതകളെ തള്ളിക്കളയാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് വന്നിട്ട് 6 മണിക്കൂറായി. ഈ ചാനലിൽ താല്പര്യമുള്ളവർ, നിങ്ങൾ കൂടാൻ താല്പര്യമുള്ളവരൊന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ. ഈ പറയുന്നത് എന്തിനാ, ഒരു സോഴ്സില്ലാതെ നമ്മളെ എന്തെങ്കിലും പറയുക എന്നത് നമുക്ക് അത്ര കണ്ടിട്ട് നല്ലതല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കാര്യം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പം ഈ അബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന ആ കപ്പലുകളുടെ നീക്കങ്ങളെക്കുറിച്ച് ഇപ്പം വ്യക്തതയില്ലെങ്കിൽ പോലും ഇറാൻ അത് മനസ്സിലാക്കുകയും വ്യക്തമായി അതിനെ തിരിച്ച് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏത് കപ്പലാണെങ്കിലും ശരി, ഹൂത്തികളും മുക്കിക്കളയുമെന്ന് യഹിയ സാരി പറഞ്ഞു. അത് വേറെ വഴിക്ക് പോകുന്നുമുണ്ട്. എന്നാൽ അബ്ബാസ് അരാജ്കി എന്ന് പറയുന്ന അവിടുത്തെ രാജ്യത്തിൻ്റെ മേധാവി അഥവാ ഇറാൻ്റെ മേധാവി പറയുന്നത് ഈ രാജ്യത്തേക്ക് ചെറിയ ഒരു വിമാനം അല്ലെങ്കിൽ ഡ്രോൺ അതുമല്ലെങ്കിൽ സ്പേസ് വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമായിട്ട് ബന്ധപ്പെട്ട ആ ഉപകരണമോ മറ്റോ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്പേവർക്കുകളാണ്, സ്പേസി അല്ല, എന്തെങ്കിലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കെതിരെയുള്ള വലിയൊരു പോരാട്ടമായി ഞങ്ങൾ മനസ്സിലാക്കുകയും അങ്ങനെ നിങ്ങൾക്കെതിരെ യുദ്ധം ഫുൾ സ്കെയിൽ വാറായിട്ട് ഞങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു മറുപടി ഇത്രയും നേരമായിട്ട് 6 മണിക്കൂറോളം കഴിഞ്ഞിട്ടും ഇറാൻ ഇന്നതുപോലെ പ്രതികരിക്കുന്നതെന്ന് പറയാൻ ഒന്നും പ്രതികരിച്ചിട്ടില്ല. ഈ അബ്ബാസ് അരാജ്കി എല്ലാ ദിവസവും പറയുന്ന കാര്യം തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന യുദ്ധം എന്നുള്ളതല്ലാതെ ഈ കാര്യം അത്ര കണ്ടിട്ട് ഗൗനിക്കാതെ തള്ളിക്കളയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ട്രംപ് ഇത്ര വലിയ വിഷയമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അതിൽ വെറുതെ ആകില്ല എന്നത് ഉറപ്പാണ്. പക്ഷേ ട്രംപിൻ്റെ മറ്റൊരു കഥ കൂടിയുണ്ട്. ഇത് അവിടെ എല്ലാം പിടിച്ചു മുറുക്കി കെട്ടിയിട്ട് അവിടെ സാമ്പത്തികമായിട്ട് മന്ദീഭവിക്കാൻ ഓൾറെഡി മന്ദീഭവിച്ചതാണ് ഇറാൻ. ഒന്നുകൂടിയും അങ്ങനെ താഴെത്തട്ടിലേക്ക് കൊണ്ടുപോകാനാണോ ഇങ്ങനെ പിടിച്ച് വരിഞ്ഞ് കെട്ടുന്നത് എന്ന് തോന്നിപ്പോകുന്നുണ്ട്. കാരണം ദിവസങ്ങളായി 2026 ജനുവരി 24-ാം തീയതി, ഇന്നിപ്പം 25, 26, ഇന്ന് 26-ാം തീയതി 2 ദിവസമായിട്ട് അബ്രഹാം ലിങ്കൻ എന്ന് പറയപ്പെടുന്ന ആ വലിയ യുദ്ധക്കപ്പൽ പശ്ചിമേഷ്യയുടെ ഭാഗമായി ചേർന്നിട്ടുണ്ട്. എന്നിട്ടും ഒരു യുദ്ധമോ അതിൽ മെച്ചപ്പെട്ട നിലവാരത്തിലുള്ള എന്തെങ്കിലും പ്രാക്ടീസോ ഒന്നും പറയപ്പെടുന്നില്ല. ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ലോകത്തേക്ക് ഇപ്പോൾ ഉള്ളൂ. ഇപ്പം ശരിയാക്കും, ഇപ്പം തുടങ്ങും. ഒരു വലിയ മതിപ്പില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നുണ്ട്. എന്താണെങ്കിലും നമുക്കൊന്നറിയാം, യുദ്ധം ഉടനെ ഒന്നും തുടങ്ങൂല എന്ന് തോന്നിപ്പോകുന്നുണ്ട്. ഇന്ന് തുടങ്ങും, നാളെ തുടങ്ങുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായല്ലോ. ഈ ഒരു ആഴ്ച തുടങ്ങുമോ എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. കാരണം അവർ പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ കൂടി അവരുടേതായ യുദ്ധ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എത്തിക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി? 6 മാസത്തോളം ഇവർ ഗ്യാപ്പ് കിട്ടിയിട്ടും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ വളരെ തുച്ഛമായിട്ടുള്ള അല്ലെങ്കിൽ അത്ര അനോണിമസ് ആയിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം പറയുന്നത് ഈ ട്രംപ് എന്ന് പറയുന്നത് അങ്ങനെ പേടിപ്പിച്ച് നിർത്താനേ കഴിയുള്ളൂ, അദ്ദേഹത്തിന് അത്ര ധൈര്യം പോരാ എന്ന് പറയുന്നുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇസ്രായേൽ തകർന്നു പോകുക എന്നുള്ളൊരു ബേജാറ് മാത്രമാണ്. അല്ലാതെ മറ്റൊരു പ്രശ്നത്തിലും ഇദ്ദേഹത്തെ തടഞ്ഞു വെക്കാൻ കഴിയില്ല. ഇസ്രായേലിൻ്റെ ഭാവി ഓർത്ത് മാത്രമാണ് ഇപ്പോൾ ഇറാൻ ആക്രമിക്കാത്തത് എന്ന് പറയുന്നുണ്ട്. അത്രമാത്രം അതിൽ ഗൗരവമുണ്ട് എന്നുള്ളതറിയില്ല. എന്താണെങ്കിലും ഈ ഒരു പിക്ചറും ഇദ്ദേഹത്തിൻ്റെ വാക്കുകളും ഇതിൻ്റെ ഒരു മലയാളീകരിച്ചൊരു ഭാഗമുണ്ട്. ഞാനത് വിശദമായിട്ടൊന്ന് പറയാം. ഇറാനെതിരെ ഇന്ന് സൈനിക നടപടി നടത്താൻ US സൈന്യം തയ്യാറെടുക്കുകയാണ്. ഈ നിമിഷം മേഖലയിലേക്കും അതിനപ്പുറവും ഒരു വഴിത്തിരിവായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിരിമുറുക്കം അതിൻ്റെ കൊടുങ്കാറ്റിലെത്തുമ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ നിർണായകമായ ഒരു ആക്രമണമോ പരിമിതമായ നടപടിയോ ആരംഭിക്കാൻ സാധ്യതയുണ്ടെന്ന് സ്രോതസ്സുകൾ പറയുന്നു. ടെഹ്റാനിൽ നിന്ന് എന്ത് തരത്തിലുള്ള പ്രതികരണമാണ് വരുന്നതെന്ന് ലോകം ഉറ്റുനോക്കുന്നതിനാൽ ഈ രാജ്യത്തിന് നിർണായക നിമിഷമാണെന്ന് വിളിക്കപ്പെടുകയും പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു എന്നതാണ് ഈ പുറത്തുവിട്ട വാർത്താ ഏജൻസിയായിട്ടുള്ള
നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ബ്രേക്കിംഗ് ന്യൂസ് 360 എന്ന് പറയുന്ന, ഞാനിതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നമ്മളിതിലേക്ക് അറ്റാച്ച് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ കാര്യങ്ങളൊക്കെ എളുപ്പമാകുമല്ലോ. എന്താണ് ഈ പശ്ചിമേഷ്യയിൽ നടക്കുന്നതെന്ന് ചോദിക്കുമ്പം ആകെ അലങ്കോലമാണ്. ഒന്നും ഒരു ഐഡിയ ഇല്ല, ഒന്നിനും ഒരു വ്യക്തതയില്ല. എല്ലാം അവനവന് തോന്നിയത് മാതിരി അടിച്ചിറക്കുന്ന ന്യൂസ് പോലെ തോന്നിപ്പോകുന്നുണ്ട്. സങ്കടം പറയാലോ, ഒരുപാട് നേരത്തെ നോക്കിയതിന് ശേഷമാണ് ഈ ന്യൂസ് കിട്ടിയത്. നമുക്ക് വായിൽ തോന്നിയത് ഗോതക്ക് പാട്ട് എന്നുള്ളത് ഒരിക്കലും നമുക്ക് വിശ്വാസികൾക്ക് യോജിച്ചതല്ല എന്ന് നമ്മൾ പറയണം. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവസരങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകും. പക്ഷേ ഈ റീച്ച് മാത്രമാണെങ്കിൽ എന്തൊക്കെ പറയാം, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് മുകളിൽ ഒരു ശക്തിയുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്കത് യോജിച്ചതുമല്ലല്ലോ. അപ്പോൾ എന്താണെങ്കിലും ഇത്രയും കാര്യങ്ങളൊക്കെ ഒരു 2 മണിക്കൂറിൻ്റെ നോക്കിയിട്ട് കിട്ടിയത് കുറച്ചുകൂടിയും ട്രസ്റ്റബിളാണെന്നുള്ള ഒരു സെറ്റപ്പ് കിട്ടിയതാണ് ഈ വാർത്ത. ബാക്കി നിങ്ങൾ തീരുമാനിക്കുക. ബ്രേക്കിംഗ് പോയിൻ്റ് 360 എന്ന് പറയുന്ന ആ ഒരു വാർത്താ ചാനലിൽ പോയാൽ നിങ്ങൾക്കും കാണാൻ പറ്റും. ഇത്രയേ ഉള്ളൂ, പേടിപ്പിക്കാനല്ല. പ്രവാസി സുഹൃത്ത് നേരത്തെ ഒരു മെസ്സേജ് അയച്ചു, പേടിപ്പിക്കാനല്ല സുഹൃത്തെ, പക്ഷേ വസ്തുതാപരമായി നമ്മളൊന്ന് മനസ്സിലാക്കണം. മരണമെന്നുള്ളത് ഉറപ്പുണ്ട്, പക്ഷേ മരണത്തെ ഓർക്കേണ്ടതില്ല എന്നാരും പറഞ്ഞിട്ടില്ലല്ലോ. മരണത്തെ ഓർക്കുമ്പം ബേജാറാകും എന്നതുകൊണ്ട് അതിനെ തീരെ ഓർക്കരുത് എന്നും പറഞ്ഞിട്ടില്ല. ഓർക്കേണ്ടവർക്ക് ഓർക്കാം, ഓർക്കാതെ പോകുന്നവർക്ക് ഓർക്കാതെയും പോവാം. പക്ഷേ വരാനിരിക്കുന്നത് തട്ടിമാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് ഓർത്ത് അതിനുവേണ്ടി ഒരുങ്ങുക എന്നുള്ളതല്ലേ തത്വം പഠിപ്പിക്കുന്നത്. അതുപോലെ യുദ്ധം വരുന്നുണ്ട്, അതിനെക്കുറിച്ച് ഓർക്കാതെ നമ്മൾ വലിയ രൂപത്തിൽ തന്നെ ഒന്നും അറിയില്ലയോ എന്ന് പറഞ്ഞിട്ട് ജീവിക്കുന്നതിലൊരർത്ഥമൊന്നുമില്ല. സാഹചര്യങ്ങളിൽ നമ്മുടെ സറൗണ്ടുകളിൽ എന്തൊക്കെ പ്രവർത്തിക്കുന്നു അതൊക്കെ ഒന്ന് മനസ്സിലാക്കി അതിനോടനുബന്ധമായിട്ട് നമ്മൾ പ്രവർത്തിച്ച് കാര്യമായ മാറ്റങ്ങളൊക്കെ വരുത്തുമ്പോൾ നമ്മളായി മാറുന്നുള്ളൂ. ഇങ്ങനെയാണ് മനുഷ്യകുലം റവല്യൂഷൻ അവരുടെ ആ ഒരു ചിട്ടവട്ടങ്ങളൊക്കെ ഒത്ത് വന്നിട്ടുള്ളത്, മൈഗ്രൻ്റായിട്ട് വന്നിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയുന്നതാണ്. എന്താണെങ്കിലും മനുഷ്യ സഹജമായിട്ട് എല്ലാ കാലത്തും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ കാലത്ത് പുതിയ വർഷങ്ങളിൽ പ്രശ്നം ഉണ്ടാകുന്നു. ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ ഭാവിയിൽ വരാനിരിക്കുന്നു. ഇതൊക്കെ വാസ്തവമാണ്, വരാനിരിക്കുന്നതുമാണ്, തള്ളിക്കളയാൻ കഴിയാത്തതുമാണ്. അറബികളെന്ന് പറയുന്നത് അറബി പെണ്ണുങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് നമ്മുടെ പ്രമാണങ്ങളിൽ കാണാൻ പറ്റുന്നുണ്ട്. അവരുടെ പെണ്ണുങ്ങൾ, ഭാര്യമാർ അനറബികളുടെ വീടുകളിൽ പോയിട്ട് ജോലി എടുത്തിട്ട് ജീവിക്കേണ്ട ഒരു ഗതികേട് ഈ ലോകത്ത് സംജാതമാകും. ഞാൻ ആ വിഷയത്തിലേക്കൊന്നും പോകുന്നില്ല, നമ്മുടെ മാറ്റർ അതല്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇതൊക്കെ സംഭവിക്കാനുള്ളതാണ്. പക്ഷെ അവനവൻ്റെ കാര്യം സുഭദ്രമായി ഓരോരുത്തരും ശ്രദ്ധിക്കുക. ഖൂ അൻഫുസക്കും വഅഹ്ലീക്കും നാറ, അങ്ങനെയാണല്ലോ പറഞ്ഞ് പരിചയപ്പെടുത്തി നമ്മളെ പഠിപ്പിച്ചത് അള്ളാഹുവിൻ്റെ കിതാബിൽ. അതുകൊണ്ട് ഞാൻ ആ മേഖലകളിലേക്ക്, ആത്മീയ മേഖലയിലേക്ക് ഞാൻ കാര്യങ്ങൾ പറയുന്നില്ല. മറിച്ച് ഇതൊക്കെ വരാനുണ്ട്. വരുന്നത് കാത്തിരുന്ന് കാണാം. ഇൻഷാ അല്ലാഹ് നല്ലത് വരട്ടെ എന്ന് പ്രത്യാശിക്കുകയും ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരുപാട് ആളുകൾ അറിയിച്ചു. സന്തോഷത്തോടെ നിങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ കമൻറ്റുകൾ ഒരുപാട് വായിക്കാൻ പറ്റുന്നതൊക്കെ വായിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് കൊള്ളാവുന്ന ചാനലാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടിച്ചുപോയ ചാനലിനെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് ഈ സബ്സ്ക്രൈബിനെ കുറിച്ച് പറയുന്നത്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ബൈ.